നവ്യ, ഈ സമൂഹത്തിൽ നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും സമൂഹത്തിലെ പല പല പ്രവണതകളെക്കുറിച്ചൊക്കെ നിരീക്ഷിക്കാറുണ്ടോ? ഒരു സിനിമയുടെ ലോകത്ത് മാത്രമാണോ? പത്രം വായിക്കില്ലേ? പത്രം വായിക്കാറുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു 2010 ജനുവരി 21 തൊട്ട് എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. കാരണം എൻ്റെ ഭർത്താവ് ന്യൂസ് ചാനൽ മാത്രമേ കാണൂ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര കണ്ടംപററി ഇഷ്യൂസിനെ പറ്റിയാണ്. ഹർഷിത അട്ലൂരിയൊക്കെ ആ ഷെല്ല് പൊട്ടിക്കാൻ വേണ്ടി ഞാനിരുന്ന് പ്രാർത്ഥിച്ചു. ഈശ്വര, ആ ഷെല്ല് പൊട്ടിച്ച് കഴിഞ്ഞാലെങ്കിൽ ഈ ചാനലൊന്ന് മാറ്റുമല്ലോ എന്ന്. അതിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും അകത്തോട്ട് പോകുമ്പോൾ പൊന്നു ഷെല്ല് പൊട്ടിക്കും ബാ 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 എന്നിട്ട് അത്ര തീവ്രമായിട്ട് ചേട്ടൻ ന്യൂസ് പേപ്പർ വൊറേഷ്യസ് റീഡർ എന്ന് പറയുന്നത് ന്യൂസ് പേപ്പറിന് ഏറ്റവും കൂടുതൽ ന്യൂസ് പേപ്പർ 3-4 പത്രം ഉള്ള ന്യൂസ് ചാനൽ, അത് എല്ലാ ചാനലിന്റെയും ഓരോ പ്രാവശ്യം കാണും. പല കാര്യങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഉദാഹരണം കരിമണൽ കന്നത്തിനെതിരെ ഉള്ളൊരു അതൊന്നും എന്താന്ന് പോലും അറിയത്തില്ലായിരുന്നു. പങ്കെടുക്കാൻ പറഞ്ഞു പോയി, ഞാൻ അവിടെ നിന്ന് ചങ്ങല പിടിച്ചു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അത് കാർട്ടൂണായിട്ടും വന്നു എന്നെ കളിയാക്കിക്കൊണ്ട്. പക്ഷെ സത്യസന്ധമായിട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. എങ്ങനെയാ പുസ്തകത്തിലൊക്കെ നവ്യക്ക് ഒരു ആഗ്രഹം ഉണ്ടായത്? ആഗ്രഹം ഉണ്ടായതല്ല, ഒരു ഇന്റർവ്യൂവിന് സജിൽ ശ്രീധർ എന്ന് വന്ന കന്യകയിലെ റിപ്പോർട്ടറായിട്ട് ചേട്ടൻ വന്നു. അങ്ങനെ ഒരു ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയപ്പോൾ ഞാനിങ്ങനെ കുറേ നേരം സംസാരിച്ചപ്പോൾ ഈ സംസാരിച്ച പോലെ തന്നെ എഴുതിയാൽ നന്നായിരിക്കും എന്ന് അവർ ആവശ്യപ്പെട്ടു. ആദ്യം ഭയങ്കര എൻതൂസിയാസ്റ്റിക് ആയിട്ട് ഞാൻ എഴുതി. പക്ഷെ പിന്നെ വലിയ പാടായിരുന്നു, കാരണം എഴുതാൻ അറിയത്തില്ലല്ലോ. അത് തന്നെ കാര്യം. നമുക്ക് പലപ്പോഴും ഈ കയ്യിലേക്ക് എന്താ പറയുക, മനസ്സിന് നമുക്ക് വളരെ വേഗത്തിൽ സഞ്ചരിക്കുമെങ്കിലും അല്ലെങ്കിൽ പല കാര്യങ്ങളും പെട്ടെന്ന് വാക്കുകളൊക്കെ വരും. എനിക്ക് വിനീത് ശ്രീനിവാസിൻ്റെ ഒരു ഇൻ്റർവ്യൂ കേട്ടപ്പോൾ എനിക്ക് വളരെ ശരിയാന്ന് തോന്നി. കാരണം എനിക്ക് എഴുതാൻ പറ്റത്തില്ല, ഞാനതുകൊണ്ട് തന്നെ മൊബൈലിനകത്ത് പല ഡയലോഗുകളും റെക്കോർഡ് ചെയ്ത് വെക്കും, അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ശരിക്കും ഞാനിങ്ങനെ വെറുതെ പറയുകയാണ്, ഒറ്റയ്ക്കിരുന്ന് മുറിയിൽ ഞാൻ വർത്താനം പറയാറുണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് ഞാൻ പറയുമ്പോൾ എനിക്കെന്നെ തോന്നുന്നു ഞാൻ എത്ര രസകരമായ സംഭാഷണങ്ങളാണ്, എത്ര രസകരം. കളിയാക്കരുത്, ഇപ്പൊ കളിയാക്കരുത്, ഞാൻ സീരിയസ് ആയിട്ട് കാര്യം പറയാം, ഇടിയുള്ളൂ. എത്ര കാര്യമായിട്ട് എത്ര രസമായിട്ടാണ് വരുന്നത്. പക്ഷെ അത് എഴുതാൻ വരുമ്പോൾ ആ ഒരു ഫ്ലോ പലപ്പോഴും കിട്ടാറുണ്ട്. ഞാൻ വളരെ സീരിയസ് ആയിട്ട് നവ്യയുടെ ഈ ഒറ്റയ്ക്കിരുന്നുള്ള വർത്തമാനത്തെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. ഭ്രാന്തുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് കൊണ്ടുപോകായിരിക്കും. കണക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഉള്ള കാര്യമല്ലേ പറഞ്ഞു. ചെറിയ ഭ്രാന്തില്ലാത്തവരില്ലല്ലോ. ഇല്ല, എല്ലാവരും ഭ്രാന്തന്മാരാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു ടേപ്പ് റെക്കോർഡർ ഓണാക്കി വെച്ചിട്ട് സംസാരിച്ചില്ലായിരുന്നു, അപ്പോൾ അതെല്ലാം കിട്ടില്ലായിരുന്നു. അതെ, അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നതെന്ന് ഈ വിനീത് ശ്രീനിവാസൻ തട്ടത്തിൻമറയത്ത് എന്ന് പറയുന്ന സിനിമ ഉണ്ടായത് എങ്ങനെയാന്നുള്ളതിനെ കുറിച്ചുള്ള ഇന്റർവ്യൂവിൽ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. പക്ഷെ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഞാൻ സംസാരിക്കുമ്പോൾ വളരെ നന്നായി ഇങ്ങനെ മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ കേൾക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ, നല്ല ലിസണേഴ്സ് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ എഴുതുന്നതിന് പകരം റെക്കോർഡ് ചെയ്ത് വെച്ചാൽ നല്ല രസമായിരിക്കും, നല്ല ഇൻട്രസ്റ്റ്. നവ്യയുടെ പഴയ സുഹൃത്തുക്കളെയൊക്കെ എപ്പോഴും കാണാറുണ്ടോ? ഉണ്ട്. എല്ലാ പഴയ സുഹൃത്തുക്കളും ഇപ്പോഴും നല്ല സുഹൃത്ത്. പഴയ കുസൃതിയും കുറുമ്പുകളൊക്കെ അവരുമായിട്ട് ഇപ്പൊ പങ്കുവെക്കാറുണ്ടോ? പണ്ട് ചെയ്ത കാര്യം, പണ്ട് നീ മാവേ കയറിയില്ലേ, പണ്ട് നീ പുളി കയറിയില്ലേ? ഓ, അങ്ങനത്തെ ഒന്നും പങ്കുവെക്കാറില്ല. മാവിലും പുളിയൊന്നും അല്ല ചേട്ടാ, അതിനേക്കാൾ കോമഡികളൊക്കെ ഉണ്ട് പറയാൻ. ഉണ്ടോ? പിന്നെ ഒന്നും പറയത്തില്ല, പബ്ലിക് പറയത്തില്ല, പറയണ്ട.